കഷ്ടതയിലായിരിക്കുന്ന ദൈവവേദലേ, വ്യസനിക്കുന്ന ദൈവവേദലേ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ദൈവവേദലേ, ഇത് നോക്ക്. 112 സങ്കീർത്തനത്തിൽ പറയാണ്, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. നെവർ ഗീവ് അപ്പ്. നീ എന്താകുന്നു നീ അറിയുമ്പോൾ പിശാച് നിന്നെ ഭയക്കും. നീ എന്തിനാണ് ദുഷ്ടനെ ഭയക്കുന്നത്? ഭയക്കണ്ട. ദുഷ്ടന്മാരുടെ ദുർവർത്തമാന നിമിത്തം നീ ഭയപ്പെടരുത്. നിന്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കണം. ഈ ഉറപ്പിക്കാനാണ് ദൈവം ഇത്രയും ബന്ധപ്പെടുന്നത് നിനക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ അറിയുമ്പോൾ നമ്മളതിനെ ഓവർകം ചെയ്യും, ദിനവും ഓവർകം ചെയ്യും. ഏത് കാര്യത്തിനും ഉറച്ചിരിക്കണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ദൈവിക കാര്യങ്ങൾ കൊടുക്കുക. കൊലോസ്യ ലേഖനം 3 പറയുന്നു, ഉയരത്തിലുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. നമ്മൾ നിർമ്മല കന്യകകളാണ്. നമ്മൾ മനുഷ്യരെ ഭയപ്പെടേണ്ട, മനുഷ്യനെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നെവർ ഗീവ് അപ്പ്. പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഇയാൾ പോടേന്ന് പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. പക്ഷേ എന്ന് വെച്ച് ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നല്ല. ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദൈവം ശക്തമായ 2026 നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ് യുഎയിലേക്ക്. ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന സ്ഥലത്ത് ദൈവം എന്നെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു അവിടെ വിശ്വസ്തയോടെ 4 കൂട്ടിൽ വാളിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും ആ അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് എനിക്ക് ആ ആത്മഭാരം തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സഭകളെക്കുറിച്ചുള്ള ആത്മഭാരം എൻ്റെ ഉള്ളത്തിലുണ്ട്. എഴുന്നേറ്റ് 6 സഹോദരിമാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനി നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ അനേകർ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ളതിനെക്കുറിച്ച് ഞങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ദുർവർത്തമാന നിമിത്തം ഭയപ്പെടരുത്. നിനക്ക് വെളിയും തെരഞ്ഞെടുപ്പുകൾ നീ അറിയണം. നീ ഓട്ടക്കളത്തിൽ ഓടണം. യിരെമ്യാവിനെ പോലെ ശക്തമായി നിൽക്കണം. ഊര്യാവിനെ പോലെ ഭയപ്പെടുകയല്ല വേണ്ടത്. ഊര്യാവ് ഭയപ്പെട്ടതുകൊണ്ട് യിരെമ്യാവ് 26 അധ്യായത്തിൽ നമ്മൾ കാണുന്നു, യിരെമ്യാവിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു, ഊര്യാവിനെ തകർത്തു കളഞ്ഞു. നെവർ ഗിവ് അപ്പ്. ആത്മീയ പ്രൊട്ടക്ഷൻ. കർത്താവിൻ്റെ തലയോളം നമ്മൾ ഉയരുക, വളരുക, ആത്മീയമായി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുക. ഓക്കെ മോളെ, നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. യു ആർ ചോസൺ. നെവർ ഗിവ് അപ്പ്. ദുർവർത്തമാന നിമിത്തം നീ ഭയപ്പെടരുത്. നിന്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കട്ടെ, ആശ്രയിക്കട്ടെ. നീ ഭയപ്പെടാതെ ദൈവത്തിൽ സ്ഥിരമായിരിക്കട്ടെ. ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. നീ സങ്കീർത്തനം 37 വായിക്കുന്ന മകളെ, ദേശത്ത് പാർത്ത് നന്മയെ വിശ്വസ്തയാചരിച്ച് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. നീ ഒരു സംഭവമായി മാറും മറ്റുള്ളവരുടെ മുമ്പിൽ. ബിലീവ്. നിന്നെക്കുറിച്ച് നീ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. നിന്നെക്കുറിച്ച് നീ തന്നെ താഴ്ത്താതെ നിന്നെക്കുറിച്ച് നീ പറയണം, നീ ഒരു ദൈവപൈതലാണ്. നിന്നിലകത്ത് വ്യാപരിക്കുന്നത് ദൈവശക്തിയാണ്. അവൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിന്റെ ശരീരം. ദാറ്റ്സ് ഇറ്റ്. നീ അത് അക്നോളജ് ചെയ്യുക. കർത്താവിൽ തന്നെ ആശ്രയിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക. വചനം ഗ്രഹിക്കുക. നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു.